ഹായ് സ്റ്റുഡൻസ്, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. ഇനി ഡിഗ്രി അഡ്മിഷൻ. കേരള യൂണിവേഴ്സിറ്റി 2024 അധ്യയന വർഷത്തിലേക്കുള്ള ഡിഗ്രി പ്രവേശനം അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ വർഷം മുതൽ 4 ഇയർ ഡിഗ്രി കോഴ്സാണ്. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് നോക്കാം. ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024 കേരള സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിലെയും അഫിലിയേറ്റഡ് ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിലെയും 2024-25 അധ്യയന വർഷത്തിലെ 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത പ്രോഗ്രാം പൂർത്തിയാക്കുവാൻ 3 ഓപ്ഷനുകളാണ് ഈ വർഷം ലഭ്യമാകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ 3 വർഷ ബിരുദം 3 ഇയർ UG ഡിഗ്രി. പ്രവേശനം നേടി 3-ാം വർഷം കോഴ്സ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പഠനം നിർത്താവുന്നതാണ്. പ്രസ്തുത വിദ്യാർത്ഥിക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് 3 വർഷ ബിരുദം 3 ഇയർ UG ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇവർ ബിരുദാനന്തര ബിരുദം നേടാൻ ആഗ്രഹിക്കുന്ന പക്ഷം തുടർന്ന് 2 വർഷം പഠിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള രീതിയിൽ 3 വർഷം പഠിച്ചതിന് ശേഷം PG പഠിക്കണമെങ്കിൽ 2 വർഷം പഠിക്കണം. അപ്പോൾ ഈ 4 ഇയർ കോഴ്സ് ഓരോ യൂണിവേഴ്സിറ്റി അത് മനസ്സിലാക്കണം. മൈനർ, മേജർ, MDC, SEC, മൾട്ടി ഡിസിപ്ലിനറി, വാല്യൂ ആഡഡ്, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കുക. രണ്ടാമത്തത് 4 വർഷ ബിരുദം ഓണേഴ്സ് 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ്. 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കുന്നതാണ്. 4 വർഷ ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഗവേഷണ മേഖലയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥിക്ക് 4 ഇയർ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇനി ഈ 4 ഇയർ കോഴ്സിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, അതായത് സർവകലാശാല പഠന വകുപ്പിൽ BBA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉൾപ്പെടെ 16 മേജർ പ്രോഗ്രാമുകളും 51 മൈനർ കോഴ്സുകളും ഉണ്ട്. ഇനി അഫിലിയേറ്റഡ് കോളേജുകളിൽ 63 മേജർ പ്രോഗ്രാമുകളിൽ വൈവിധ്യമാർന്ന 200-ൽ പരം മൈനർ കോഴ്സുകളും സ്പെഷ്യലൈസേഷനുകളും ഉണ്ട്. ഇംഗ്ലീഷ്, സംസ്കൃതം, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, റഷ്യൻ, ഹീബ്രു ആൻഡ് സിറിയക്, ഹിന്ദി, മലയാളം, തമിഴ് എന്ന ഭാഷകളിൽ MEC കോഴ്സുകളുണ്ട്. 12 ഇൻ്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകൾ ഉണ്ട്. വിദ്യാർത്ഥികൾ കോളേജ് തിരഞ്ഞെടുക്കും മുമ്പ് കോളേജ് ബാസ്ക്കറ്റ് പരിശോധിച്ച് 8 സെമസ്റ്ററുകളുടെയും വൈവിധ്യം മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുന്നതിനുള്ള അവസരം, അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മുമ്പ് ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ വിഷയത്തിൻ്റെ കോളേജ് ബാസ്ക്കറ്റ് നോക്കി ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കുന്നത്, മേജർ ഏതൊക്കെയുണ്ട്, മൈനർ ഏതൊക്കെയുണ്ടെന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥിക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് മൈനർ വിഷയങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി തിരഞ്ഞെടുക്കാം. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥിക്ക് 5 സെമസ്റ്റർ, അതായത് 2.5 വർഷം കൊണ്ട് ഡിഗ്രിയും 7 സെമസ്റ്റർ, അതായത് 3.5 വർഷം കൊണ്ട് ഓണേഴ്സ് ബിരുദവും നേടാവുന്നതാണ്. ഓണേഴ്സ് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് കേവലം 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കാവുന്നതാണ്. ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് PG ഇല്ലാതെ UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ ഗവേഷണ പഠനത്തിനും നെറ്റ് പരീക്ഷയ്ക്കും യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഒരേ വിഷയത്തിൽ ഓരോ കോളേജുകളിലും വൈവിധ്യമാർന്ന കോഴ്സുകൾ, എലക്റ്റീവുകൾ ഉണ്ട്. അപ്പം നിങ്ങളൊരു വിഷയം എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കെമിസ്ട്രി എന്ന വിഷയം എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിക്ക് ഒരു സിലബസ് അല്ല, 1-ൽ കൂടുതൽ സിലബസുകൾ നിങ്ങളുടെ കോളേജ് ഓഫർ ചെയ്ത് കാണും. അതിലിഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഏത് വിഷയമാണോ എടുക്കുന്നത് ആ വിഷയം നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക്
നേരത്തെ കോംപ്ലിമെൻ്ററി സബ്സിഡറി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മൈനർ എന്നാണ് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് മൈനർ വിഷയങ്ങൾ വിവിധ സബ്ജക്റ്റ് എടുക്കാം. ഇന്ന വിഷയം എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാ ബിരുദ പ്രോഗ്രാമുകൾക്കൊപ്പം വാല്യൂ ആഡഡ് കോഴ്സുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. അതായത് VACയും SEC കോഴ്സുകൾ. ആദ്യ 2 സെമസ്റ്ററുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച മേജർ മൈനർ മാറാനുള്ള അവസരം ഉണ്ട്. സ്റ്റുഡൻറ്റ് മൊബിലിറ്റി. വിദ്യാർത്ഥികൾക്ക് കോളേജ് സർവകലാശാല തലത്തിൽ മാറി പഠനം തുടരാനുള്ള അവസരം ഉണ്ട്. അക്കാഡമിക് തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാൻ സമ്മർ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഹൈബ്രിഡ് മോഡിൽ പഠനം നടത്താൻ ഓരോ വിദ്യാർത്ഥിക്കും അവസരം ഉണ്ട്. അതേപോലെ തന്നെ കാര്യക്ഷമമായ പരീക്ഷാ സമ്പ്രദായവും വരുന്നു. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറൽ, റിസർവേഷൻ, മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട, PWD, ട്രാൻസ്ജെൻഡർ, TLM, ലക്ഷദ്വീപ് ഉൾപ്പെടെ ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 16 വൈകിട്ട് 5 മണി മുതൽ തുടങ്ങുന്നു. ജൂൺ 7 വൈകിട്ട് 5 മണിക്ക് തീരും. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. കോളേജുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓപ്ഷൻ കൊടുത്ത കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർന്നു വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജുകളിലേക്കോ സർവകലാശാലയ്ക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ചതിൻ്റെ രസീതും പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ ഹാജരാക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. ജനറൽ വിഭാഗത്തിന്, SC/ST വിഭാഗത്തിന് 350 രൂപയാണ്. ഏകജാലക സംവിധാനത്തിലുള്ള എല്ലാ ഫീസുകളും ഓൺലൈൻ മുഖാന്തരമാണ് അടയ്ക്കേണ്ടത്. DD, ചെക്ക്, മറ്റ് ചെല്ലാനുകൾ തുടങ്ങിയ മുഖേനയുള്ള പേയ്മെൻറ്റുകൾ സ്വീകരിക്കുകയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല. ഫീസ് അടച്ച രസീത് നിർബന്ധമായും സൂക്ഷിക്കണം. തെറ്റായി ഒടുക്കുന്ന ഫീസുകൾ റീഫണ്ട് ചെയ്യപ്പെടുന്നതല്ല. അഡ്മിഷൻ സംബന്ധിച്ചുള്ള സർവകലാശാല പ്രസ് റിലീസും അഡ്മിഷൻ വെബ്സൈറ്റും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തുടർന്നുള്ള നിങ്ങളുടെ ഡിഗ്രി പഠനം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.